നമ്മുടെ കയ്യിലുള്ള മണി പ്ലാന്റ് ചെറിയൊരു ചെടി എങ്ങനെയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയൊരു ചെടിയാക്കി മാറ്റിയതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജറബറയ്ക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാണകപ്പൊടി, മണ്ണ്, അതുപോലെ തന്നെ ചകിരിച്ചോറ്, കുറച്ച് ഉമി, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ ജറബറയ്ക്ക് പോട്ടി മിക്സ് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു മണി പ്ലാന്റിനും പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പോട്ടി മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് ഗ്രോത്തോട് കൂടി പെട്ടെന്ന് വളർന്ന് വലിയ ചെടിയിട്ട് മാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാം. ഇന്നലെ നമ്മൾ ജറബറയ്ക്ക് തയ്യാറാക്കിയ സെയിം പോട്ടി മിക്സ് തന്നെ എടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണി പ്ലാന്റ് നന്നായിട്ട് വളരാനുള്ള ടെൻഡൻസി കാണിക്കും. ഈ മണി പ്ലാന്റ് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു വളമാണ് കമ്പോസ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് ചെടികൾ വളർത്തുമ്പം സാറ്റിൻ പോത്തോസ് ആണെങ്കിലും ശരി, നമ്മൾ ഏത് പോത്തോസ് നടുന്ന സമയത്തും കുറച്ച് കമ്പോസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളർച്ചയോടുകൂടി ചെടി അങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചട്ടിയിലോട്ട് നമ്മുടെ പോട്ടി മിക്സ് നിറയ്ക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ചെടിയാണ് നടുന്നതെങ്കിൽ വലിയ ചട്ടിയൊന്നും ഇതിന് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു മീഡിയം വലിപ്പമുള്ള ചട്ടി എടുക്കുക. ഒരു 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയുള്ള ചട്ടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചട്ടിയിൽ നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് നിറയ്ക്കുക. ഇത് നിറയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊരു താങ്ങ് ഇതിന് കൊടുക്കുക. നമ്മൾ പടർത്തി മുകളിലോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു താങ്ങായിട്ട് ഒരു മരക്കഷ്ണോ അല്ലെങ്കിൽ PVC പൈപ്പിൽ ഒരു കയറ് ചുറ്റിയിട്ടോ എന്തെങ്കിലും സംവിധാനം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കുഴിച്ചിട്ട് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ ഇത് പടർന്നു വരുന്ന സമയത്ത് ഒരു താങ്ങ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വളർത്തണം. അങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുകയാണെങ്കിൽ അവിടെ ഞാന്ന് വളരുന്ന രീതിയിൽ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ പോട്ടി മിക്സ് എല്ലാം നിറച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് തണലത്തോട്ട് മാറ്റി വെക്കാം. എല്ലാ ചെടികളും റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയതായിട്ട് ചെടി തണ്ട് കുഴിച്ചിരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരാഴ്ച നമ്മൾ തണലത്ത് വെക്കണം. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടി ഉണങ്ങിപ്പോവുക അല്ലെങ്കിൽ ചീഞ്ഞ് പോക്ക സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഫെർട്ടിലൈസർ തയ്യാറാക്കുക. ഇതിന് വേണ്ട ഫെർട്ടിലൈസർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കമ്പോസ്റ്റ് പൗഡർ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ കമ്പോസ്റ്റോ അതല്ലെങ്കിൽ കുറച്ച് വെർമി കമ്പോസ്റ്റോ എടുക്കുക. വെർമി കമ്പോസ്റ്റ് നമുക്ക് അടുത്തുള്ള വളം വിൽക്കുന്ന കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വെർമി കമ്പോസ്റ്റ് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു പോട്ട് മിക്സിലും ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പൗഡർ ഇട്ടുണ്ടാക്കിയ കമ്പോസ്റ്റ് ആയിരിക്കണം. അങ്ങനെ എടുത്ത് ഈ കമ്പോസ്റ്റ് എടുക്കുക. കുറച്ച് വെള്ളം എടുക്കുക. ഈ വെള്ളത്തിൽ നമ്മൾ ഒരു അരപ്പിടി കമ്പോസ്റ്റ് ഇട്ട് നന്നായിട്ട് അങ്ങ് കലക്കുക. ഇങ്ങനെ കലക്കിയ ശേഷം ഇത് നമ്മളൊരു 2 മുതൽ 4 മണിക്കൂർ വരെ വെക്കുക. ഇതിലുള്ള സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ വന്നിങ്ങനെ ഊറിക്കെടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വെള്ളം തെളിയെടുക്കാം. തെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീ പോലെയുള്ള ഒരു ചായ പോലെയുള്ളൊരു സാധനമാണ്. ഇതാണ് കമ്പോസ്റ്റ് ടീ. ഇത് നമുക്ക് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാനും മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ ഈ കമ്പോസ്റ്റ് നമ്മുടെ ഈ മണി പ്ലാന്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് മണി പ്ലാന്റ് വളർച്ച. നമ്മൾ ഓൾറെഡി നല്ല സ്മൂത്ത് ആയിട്ടുള്ള പോട്ടി മിക്സ് ആണ് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കമ്പോസ്റ്റ് ടീയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഒരു 10, 15, 20 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നല്ല വളർച്ചയിൽ നല്ല ഹെൽത്തി ആയിട്ട് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. കണ്ണിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് നേർപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നേർപ്പിക്കുന്നത് നന്നാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നേർപ്പിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മണി പ്ലാന്റ് മാത്രമല്ല, ഇലകൾ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പോത്തോസിൻ്റെ ഒട്ടുമിക്ക എല്ലാ വെറൈറ്റികളും ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണി പ്ലാന്റ് വെറൈറ്റികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു വളമാണ്. അതുകൊണ്ട് തന്നെ ഈ പോത്തോസ് ചെടികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ആഗിരണം ചെയ്ത് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കും. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിക്കേണ്ട ഒരു വളം തന്നെയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോത്തോസ് ചെടി എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ വളങ്ങൾ കൊടുക്കുക എന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സംഭവമായിട്ട് വരാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.